Welcome back, my dear students, on a new lecture on first module. So, നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ അവസാന സെക്ഷനിലേക്ക് നമ്മൾ കടക്കുകയാണ്. This section is about Legendre equations and Legendre polynomials. So, Legendre equation and Legendre polynomials. ഇതൊരു നമ്മൾ പവർ സീരീസ് സൊല്യൂഷൻ വെച്ചിട്ട് ഒരു സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇക്വേഷൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, അത് ഫസ്റ്റ് ഓർഡർ അല്ലാത്ത സെക്കൻഡ് ഓർഡർ ലീനിയർ അല്ലാത്ത ഒരു നോൺ ലീനിയർ ക്ലാസ് ഓഫ് ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് നമ്മൾ ലെജൻഡർ ഇക്വേഷൻസ് എന്ന് വിളിക്കുന്നത്. സോ ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ലെജൻഡർ ഇക്വേഷൻ. സോ an equation of the form 1 minus x square into y double dash minus 2x y dash plus n into n plus 1 y is equal to 0, where the parameter n is a real number, is called a Legendre equation. So, type 1 minus x square into y double dash minus 2xy dash plus n into n plus 1 into y is equal to 0 എന്ന രൂപത്തിൽ വരുന്ന സെക്കൻഡ് ഓർഡർ നോൺ ലീനിയർ ആയിട്ടുള്ള ഒരു ഇക്വേഷനെയാണ് നമ്മൾ ലെജൻഡർ ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസിന് ചില സൊല്യൂഷൻസ് കാണും. ഈ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷനെയാണ് നമ്മൾ ലെജൻഡർ ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. സോ എനി സൊല്യൂഷൻ of this equation, let's call it equation number 1. Of 1, this equation is called a Legendre function. So, നമ്മൾ ഇവിടെ ഈ സെക്ഷൻ്റെ അകത്ത് അല്ലെങ്കിൽ ഈ വീഡിയോയ്ക്കകത്ത് പ്രധാനമായിട്ടും പവർ സീരീസ് മെത്തേഡ് വെച്ചിട്ട് ലെജൻഡർ ഇക്വേഷൻസിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ലെജൻഡർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക. ഈ ഇക്വേഷൻ്റെ സൊല്യൂഷനാണ് ലെജൻഡർ ഫംഗ്ഷൻ. അപ്പോൾ ആ ലെജൻഡർ ഫംഗ്ഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഒബ്ജക്റ്റീവ്. ഓക്കെ, ഇങ്ങനെയുള്ള ഈ ലെജൻഡർ ടൈപ്പ് ഓഫ് ഫംഗ്ഷൻസിൻ്റെ സ്റ്റഡിയാണ് തിയറി ഓഫ് സ്പെഷ്യൽ ഫംഗ്ഷൻസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ സ്പെഷ്യൽ ഫംഗ്ഷൻസിൻ്റെ അകത്തൊരു ക്ലാസ് ഓഫ് ഫംഗ്ഷനെ കുറിച്ചുള്ളൊരു സ്റ്റഡിയാണ്, ഒരു വളരെ ബ്രീഫ് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് നമ്മൾ ഈ സെക്ഷൻ്റെ അകത്ത് പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത്. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് an equation of the form 1 minus x square y double dash minus 2xy dash plus n into n plus 1 into y is equal to 0, where the variable is x and y and there's a constant called n which is a real number. Okay, അങ്ങനെയുള്ള ഇക്വേഷൻസിന് ജനറൽ സൊല്യൂഷൻസ് ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. സോ ലെറ്റ് us move. സോ ഇതിൻ്റെ സൊല്യൂഷൻ ചെയ്യാൻ വേണ്ടി we put y is equal to summation m is equal to 0 to infinity am x raised to m, that is a naught plus a1x plus a2x square plus a3x cube plus etc. and ഇത് y ആണെങ്കിൽ y dash is summation m is equal to 1 to infinity m into m minus 1, sorry m minus 1 illa, m am x raised to m minus 1, that is a1 plus 2a2 x plus 3a3 x square plus 4a4 x cube plus etc. And y double dash is actually equal to summation m is equal to 2 to infinity m into m minus 1 into am into x raised to m minus 2.
which is actually 2a2 plus 3 into 2 a3x plus 4 into 3 a4x square plus etc. So, ഇതാണ് yക്കും y ഡാഷിന്റെയും y ഡബിൾ ഡാഷിന്റെയും വാല്യൂസ്. വി ഓൾറെഡി നോ ദിസ്. നമ്മൾ ഇതിന്റെ ഈ വാല്യൂസ് എല്ലാം ഈ ഇക്വേഷൻ്റെ അകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. So, our Legendre equation is 1 minus x square y double dash minus 2x y dash plus n into n plus 1 y is equal to 0. Okay. So, substituting y dash and y double dash in equation number 1 കൊടുത്തതാണ് in 1 and നമ്മൾ n into n plus 1 ന് പകരം k എന്ന് കൊടുക്കും. Put n into n plus 1 as k. Okay. Substitute ചെയ്യുമ്പോൾ so this becomes 1 minus x square into summation m is equal to 2 to infinity m into m minus 1 into am x raised to m minus 2. അതാണ് y double dash. Minus 2x into summation m is equal to 1 to infinity m am x raised to m minus 1 plus k into summation m is equal to 0 to infinity am x raised to m is equal to 0. ഇനി നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്തോട്ട് ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷം നമ്മൾ ഒരു സിംഗിൾ പോളിനോമിയൽ ആക്കിയതിന് ശേഷം കോഎഫിഷ്യൻസിനെ എല്ലാം 0 ഇക്വേറ്റ് ചെയ്യും. എന്നിട്ട് കോഎഫിഷ്യൻസ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, സോ നമ്മൾ ചെയ്യുന്നത് നമ്മളിവിടെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. സോ ഫസ്റ്റ് ഈസ് 1 into this series. 1 into this series is always that series. So this is implies 1 into this summation is summation m is equal to 2 to infinity m into m minus 1 into am into x raised to m minus 2. Next is minus x square into this. So minus summation m is equal to 2 to infinity m into m minus 1 into am into x raised to m minus 2 into x square. x square അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. അടുത്തത് 2 നമുക്ക് വെളിയിൽ തന്നെ ഇട്ടേക്കാം, ഈ x അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ minus 2 into summation m is equal to 1 to infinity m into am into x raised to m minus 1 into x plus k into summation m is equal to 0 to infinity am x raised to m is equal to 0. This is the idea. Okay. ഇനി നമ്മൾ ഈ എക്സ് സ്ക്വയറും എക്സ് റൈസ് ടു എം മൈനസ് ടു കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം എക്സ് റൈസ് ടു എം മൈനസ് ടു ടൈംസ് എക്സ് സ്ക്വയർ ഈസ് എക്സ് റൈസ് ടു എം മൈനസ് ടു പ്ലസ് ടു വിച്ച് ഈസ് എക്സ് റൈസ് ടു എം. ഓക്കെ, അതുപോലെ തന്നെ എക്സ് റൈസ് ടു എം മൈനസ് വൺ ഇൻറ്റു എക്സ് ഈസ് ആക്ച്വലി എക്സ് റൈസ് ടു എം മൈനസ് വൺ പ്ലസ് വൺ വിച്ച് ഈസ് എക്സ് റൈസ് ടു എം. സോ ഈ രണ്ട് ടേമും x raised to m minus 2 into x square becomes x. x raised to m minus 1 into x becomes x. So we can write it as summation m is equal to 2 to infinity m into m minus 1 into am into x raised to m minus 2 minus summation m is equal to 2 to infinity m into m minus 1 into am into x raised to m. Okay. Minus 2 into summation m is equal to 1 to infinity m into am into x raised to m plus k into summation m is equal to 0 to infinity am x raised to m is equal to 0. സോ ഇതാണ് നമ്മുടെ സീരീസ്. ഇങ്ങനെയാണ് നമുക്ക് കിട്ടുക. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ ജനറൽ ടേംസ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇക്വേറ്റ് ചെയ്ത് 0 ആക്കിയിട്ട് നമ്മൾ വാല്യൂസ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ കോൺസ്റ്റന്റ് കോഎഫിഷ്യൻസും അടുത്തത് എക്സിൻ്റെ കോഎഫിഷ്യൻസും ഒക്കെ ഇക്വേറ്റ് ചെയ്തിട്ട് 0 ഇക്വേറ്റ് ചെയ്യും. ഓക്കെ, ആദ്യം നമുക്ക് കോൺസ്റ്റന്റ് കോഎഫിഷ്യൻ്റ് എടുക്കാം. ഇവിടെ m ഈസ് ഈക്വൽ ടു 2 ആകുമ്പോൾ എക്സ് റൈസ് ടു എം മൈനസ് 2 ബിക്കംസ് എക്സ് റൈസ് ടു 2 മൈനസ് 2 വിച്ച് ഈസ് 0. ഓക്കെ, സോ m ഈസ് ഈക്വൽ ടു 2 ആകുമ്പോൾ അപ്പോൾ ഇവിടെ m ഈസ് ഈക്വൽ ടു 2 വരും,
ഇവിടെ 2 minus 1 1 വരും. ദിസ് ഈസ് a2. അപ്പോൾ x raised to 0യുടെ കൂടെ എന്ത് വരും? 2 into 1 into a2 വരും. So that's a constant coefficient. So first is 2 into 1 into a2. ഓക്കെ, അപ്പോൾ ഇവിടെ m is equal to 2 ആകുമ്പോൾ അത് വരും. m is equal to 2 ആകുമ്പോൾ ഇവിടെ x സ്ക്വയർ ആണ് വരുന്നത്. സോ ഇവിടെ m is equal to 2 തൊട്ട് സം ആയതുകൊണ്ട് ഇവിടെ എന്തില്ല? കോൺസ്റ്റന്റ് ഇല്ല. സോ m is equal to 1 ആകുമ്പോൾ ഇവിടെ x raised to 1 ആണ് ഏറ്റവും മിനിമം വരുന്നത്. സോ ഇവിടെയും കോൺസ്റ്റന്റ് ഇല്ല. ഇവിടെ m is equal to 0 ആകുമ്പോൾ എന്ത് കിട്ടും? a0 into x raised to 0. സോ a0 അവിടെ കോൺസ്റ്റന്റ് ആണ്, into k വരും. സോ this thing becomes plus k into a0 is equal to 0. ഇതാണ് എന്തിന്റെ കോഎഫിഷ്യന്റ്? x raised to 0യുടെ കോഎഫിഷ്യന്റ്. ഓക്കെ, ഇനി നമുക്ക് x raised to 1ന്റെ കോഎഫിഷ്യൻസ് എഴുതാം. x raised to 1ന്റെ കോഎഫിഷ്യന്റ് ഇവിടെ m is equal to 3 ആകുമ്പോൾ, ഓക്കെ, 3 minus 1, 3 minus 2 is 1. സോ x raised to 1 വരും. സോ m is equal to 3 ആകുമ്പോൾ ഇവിടത്തേത് a3, ഇവിടെ 3 into 2 എന്ന് വരും. 3 minus 1 is 2. സോ 3 into 2 into a3. ഓക്കെ, അതാണ് ഫസ്റ്റ് x raised to 1ന്റെ കോഎഫിഷ്യന്റ്. ഇവിടെ m is equal to ഏറ്റവും മിനിമം വരുന്ന 2 ആണ്. 2 വരുമ്പോൾ x സ്ക്വയർ ആണ് വരുന്നത്. സോ അവിടെ x-ന്റെ കോഎഫിഷ്യൻസ് ഇല്ല. മിനിമം x സ്ക്വയർ ആണ് വരുന്നത്. സോ ഇവിടെ m is equal to 1 ആകുമ്പോൾ ഇവിടെ x raised to 1 വരും. x raised to 1ന്റെ കൂട്ടത്തിൽ ഇവിടെ m is equal to 1 ആകുമ്പോൾ 1 into a1 വരും. 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2 into -2 into 1 into a1. സോ -2a1 എന്ന് വരും. സോ ദിസ് ഈസ് -2a1. അടുത്തത് ഇവിടെ m is equal to 1 കൊടുക്കുമ്പോൾ a1 into x raised to 1 എന്ന് വരും. സോ k കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ പ്ലസ് k a1 എന്ന് വരും. സോ പ്ലസ് k a1 is equal to 0. Coefficients equation, which is the coefficient of x raised to 1. നെക്സ്റ്റ് നമ്മൾ ഇങ്ങനെ എഴുതി പോയാൽ നമുക്ക് ജനറൽ ടേമിന്റെ കോഎഫിഷ്യൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കാം. സോ നെക്സ്റ്റ് ഈസ് I am going to find the coefficient of x raised to s. ഓക്കെ, x raised to s ന്റെ കോഎഫിഷ്യന്റ്. സോ ഇവിടെ m is equal to എന്തായിരിക്കണം? ഇവിടെ ഈ വാല്യൂ, ഈ പവർ s കിട്ടണമെന്നുണ്ടെങ്കിൽ സോ m minus 2 should be equal to s. So m should be equal to s plus 2 ആയിരിക്കണം. ഓക്കെ, സോ എമ്മിൻ്റെ വാല്യൂ s plus 2 ആകുമ്പോഴാണ് ഈ പവർ എന്താകുന്നത്? മിനിമം s ആകുന്നത്. ഓക്കെ, സോ എമ്മിന് s plus 2 ഇട്ട് കൊടുക്കുക. s plus 2 ഇട്ട് കൊടുക്കുമ്പോൾ ഇവിടുത്തെ വാല്യൂസ്, ഓക്കെ, സോ എമ്മിന് s plus 2 ഇട്ട് കൊടുക്കുമ്പോൾ ദിസ് ബിക്കംസ് s plus 2. ഇവിടെ എമ്മിൻ്റെ സ്ഥാനത്ത് ദിസ് ബിക്കംസ് s plus 2 minus 1 is s plus 1. സോ m plus 2 into x raised to s. s plus 2 a raised to s. x raised to s എന്ന് കിട്ടും. അതാണ് ഈ ഫസ്റ്റ് ടേമിൻ്റെ അകത്ത് x raised to s ന്റെ കോഎഫിഷ്യന്റ്. സോ വി റൈറ്റ് ഇറ്റ് ആസ് s plus 2 into s plus 1 into as plus 2. ഇതാണ് ഫസ്റ്റ് കേസിലുള്ള ഇതിന്റെ കോഎഫിഷ്യന്റ്. ഓക്കെ, സോ ഫസ്റ്റ് കേസിലുള്ള നമുക്ക് x raised to s ന്റെ കോഎഫിഷ്യൻസ് കിട്ടി. ഇനി ഇവിടെ x raised to s ന്റെ കോഎഫിഷ്യന്റ്. സോ m is equal to s ആയി കഴിഞ്ഞാൽ, സോ ഇവിടെ m is equal to s ആയി കഴിഞ്ഞാൽ ഇവിടെ കോഎഫിഷ്യൻസ് കിട്ടും. ഓക്കെ, സോ ഇവിടെ m is equal to s ആകുമ്പോൾ ഇത് s into s minus 1 into as. ഇവിടെ ഒരു മൈനസും ഉണ്ട്. സോ മൈനസ് s into s minus 1 into as, which can be written as minus s into s minus 1 into as. അതാണ് സെക്കൻഡ് ടേമിൻ്റെ അകത്ത് x raised to s ന്റെ. നെക്സ്റ്റ് ഈസ് അടുത്ത ടേമിൻ്റെ അകത്ത് x raised to s. ഇവിടെ m is equal to s ആകുമ്പോഴാണ് x raised to s കിട്ടുന്നത്. സോ m is equal to s ആകുമ്പോൾ this becomes 2 into s into as. So here it becomes minus 2 into s into as. Okay, so we can write it as minus 2 into s into as. നെക്സ്റ്റ് ലാസ്റ്റ് ഇവിടെ എസിന്റെ കോഎഫിഷ്യൻസ്, x raised to s ന്റെ കോഎഫിഷ്യൻസ് ഇവിടെയും m is equal to s ആകുമ്പോഴാണ്. സോ m is equal to s ആകുമ്പോൾ
as into എന്ത് വരും k വരും. So k into as. So plus k into as. ഇതാണ് x raised to sന്റെ coefficient. This should be equal to 0. Okay. അപ്പോൾ ഇത് 0 ആയിരിക്കണം ഈ കോഎഫിഷ്യൻസ്. സോ ഇത് ഇക്വേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് s plus 2 into s plus 1 into as plus 2 minus s into s minus 1 into as minus 2s as plus kas is equal to 0. ഇതിനകത്ത് മൂന്നിൻ്റെ അകത്തും as കോമൺ ഉണ്ട്. We can take it as common. s plus 2 into s plus 1 into as plus 2 minus of s into s minus 1 minus കോമൺ എടുക്കുന്നു plus 2s plus kക്ക് പകരം n into n plus 1 എന്ന് തന്നെ കൊടുക്കുന്നു times as is equal to 0. ഓക്കെ, ഇനി നമുക്ക് ഈ മൈനസ് ടേംസ് അപ്പുറത്തോട്ട് കൊണ്ടുപോകാം. സോ this becomes s plus 2 into s plus 1 into as plus 2 is equal to മൈനസ് അപ്പുറത്തോട്ട് പോകും പ്ലസ് ആകും s into s minus 1 plus 2s plus. സോ ഇവിടെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. ഇവിടെ മൈനസ് കോമ എടുക്കുമ്പോൾ ദിസ് ടേം ബിക്കംസ്, ഇവിടെ പ്ലസ് ഉള്ളത് ഈ ടേം ഇവിടെ വരുമ്പോൾ മൈനസ് ആകും. ഓക്കെ, ഹിയർ ഇറ്റ് ഈസ് മൈനസ് n into n plus 1 s. നമ്മൾ ഇനിയിപ്പം ഇതിനെ s into s minus 1 plus 2s minus n into n plus 1 നെ എക്സ്പാൻഡ് ചെയ്തു. സോ ഇതിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ s into s minus 1 plus 2s minus n into n plus 1. This is s into s is s square, minus 1 into s is minus s, plus 2s minus n square minus n. So ഈ മൈനസ് എസും പ്ലസ് 2s കൂടെ ആഡ് ചെയ്യുമ്പോൾ പ്ലസ് എസ് എന്ന് കിട്ടും. സോ എസ് സ്ക്വയർ പ്ലസ് എസ് minus n square minus n. This can be written as s square minus n square plus s minus n. Okay. So this can be written as ഇത് a square minus b square എന്നുള്ള ഫോമാറ്റ് ആണ്. അപ്പോൾ അത് a plus b into a minus b. So ഇത് s plus n into s minus n plus s minus n. രണ്ടിൻ്റെ അകത്തുനിന്നും എസ് മൈനസ് എൻ കോമൺ എടുക്കാം. സോ ദിസ് ഈസ് എസ് മൈനസ് എൻ ഇൻറ്റു രണ്ടിൻ്റെ അകത്ത് കോമൺ എടുക്കുമ്പോൾ ബാക്കി ഇവിടെ എസ് പ്ലസ് എൻ പ്ലസ് ഇവിടെ 1. ഓക്കെ, സോ 1 പ്ലസ് എൻ പ്ലസ് എസ് ഇൻറ്റു എസ് മൈനസ് എൻ ആണ് അത് വരുന്നത്. സോ ഈ എക്സ്പ്രഷൻ ഈസ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോംഡ് ഇൻറ്റു എസ് മൈനസ് എൻ ടൈംസ് 1 plus n plus s times as. Okay, this is as plus 2 into this. നമുക്ക് ഇതിന് as plus 2 ന്റെ വാല്യൂ കണ്ടുപിടിക്കാം. So as plus 2 is equal to ലെഫ്റ്റ് സൈഡിലുള്ള റൈറ്റ് സൈഡിലുള്ളത് s minus n. So s minus n into ഇവിടെ ഞാൻ ഇതിനെ n plus s plus 1 എന്ന് എഴുതുന്നു. So n plus s plus 1 into as. ഇവിടെ മൾട്ടിപ്ലൈ എന്ന അപ്പുറത്ത് പോകുമ്പോൾ ഡിവിഷൻ ആവും. ഡിവൈഡഡ് ബൈ s plus 2 into s plus 1. ഞാനിതിനെ നമ്മുടെ വേരിയബിൾ നമ്മൾ എന്നിൻ്റെ ടേംസിലാണ് കൊടുക്കുന്നത്. സോ ഇവിടെ നിന്നൊരു മൈനസ് കോമൺ എടുത്തിട്ട് ഇതിനെ n മൈനസ് എസ് എന്ന രൂപത്തിലാക്കുകയാണ്. ഓക്കെ, സോ ദിസ് ഈസ് മൈനസ് ഓഫ് n മൈനസ് എസ് ടൈംസ് ഇവിടെ നിന്നൊരു മൈനസ് കോമ എടുത്ത് വെളിയിലെടുത്തു, അത്രയേ ഉള്ളൂ. n പ്ലസ് എസ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2 എസ്. സോ ഇതാണ് as പ്ലസ് 2ൻ്റെ വാല്യൂ. സോ as പ്ലസ് 2 ഈസ് ആക്ച്വലി മൈനസ് ഓഫ് n മൈനസ് എസ് ഇൻറ്റു n പ്ലസ് എസ് പ്ലസ് 1 ഹോൾ ഡിവൈഡഡ് ബൈ എസ് പ്ലസ് 1 ഇൻറ്റു എസ് പ്ലസ് 2
times as for s is equal to 0, 1, 2, 3, etc. നമ്മൾ x raised to s ന്റെ കോഎഫിഷ്യന്റ് അല്ലേ എടുത്തത്. s ന്റെ വാല്യൂ 1 0 ആകാം, 1 ആകാം, 2 ആകാം, എക്സെട്ര. സോ ദിസ് ഇസ് ദ ജനറൽ. അപ്പോൾ ഇവിടെ s പ്ലസ് 2ന്റെ വാല്യൂ s ന്റെ ടേംസിൽ കിട്ടി. സോ s is equal to 0 ആകുമ്പോൾ സോ a2 is equal to s ന്റെ വാല്യൂ 0 ആണ് മൈനസ് n minus 0 times n plus 0 plus 1 divided by 1 into 2 times a naught. That is minus n times n plus 1 divided by 2 a naught എന്ന് കിട്ടും. സോ a2ന്റെ വാല്യൂ a നോട്ടിന്റെ ടേംസ് കിട്ടി. s is equal to 1 ആകുമ്പോൾ a1 plus 2 is a3, which is minus of n minus 1 n plus 1 plus 1 n plus 2 എന്ന് കിട്ടും divided by 1 plus 1 is 2, 1 plus 2 is 3, 2 into 3 a1 എന്ന് കിട്ടും. That is minus of n minus 1 into n plus 2 divided by 6 a1 എന്ന് കിട്ടും. ഇനി s is equal to 2 ആകുമ്പോൾ this is a4 എന്ന് കിട്ടി. That is a4 is equal to minus of n minus 2 that is n plus 2 plus 1, that is n plus 3 into n plus 3 divided by 2 plus 1 3, 2 plus 2 4, so 3 into 4 divided by 3 into 4 times a2 എന്ന് കിട്ടി. ഓക്കെ, സോ a2ന്റെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം. a2ന്റെ വാല്യൂ ഈസ് മൈനസ് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2. സോ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ദിസ് ഈസ് മൈനസ് n മൈനസ് 2 n പ്ലസ് 3 മൈനസ് n ഇൻറ്റു n പ്ലസ് 1 divided by 2 into 3 into 4 a naught. Okay, ഇവിടെ മൈനസും പ്ലസ് ആയി. സോ n minus 2 times n into n plus 1 into n plus 3. ഇനി ഞാൻ 1 into 2 into 3 into 4. This is 4 factorial into a naught എന്ന് കിട്ടി. This is a4. ഓക്കെ, നമുക്കിതിപ്പം ഈവൻ ടേംസ് എല്ലാം നമുക്ക് ഇതുപോലെ കണ്ടുപിടിച്ചു. ഇപ്പം a6 ഇനി s is equal to 4 ആകുമ്പോൾ we get a6. a6ന്റെ ആൻസർ മൈനസ് ഓഫ് n minus 4 times n plus 5 divided by 5 into 6 എന്ന് കിട്ടും. ഇവിടെ എസിന് പകരം 4 എന്ന് കൊടുത്താണ് ടൈംസ് a4 എന്ന് കിട്ടും. ഓക്കെ, a4ന്റെ വാല്യൂ ഓൾറെഡി അറിയാം. f1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ സോ ഇവിടെ മൈനസ് n മൈനസ് 4 ഉണ്ട്. f1ന്റെ വാല്യൂ കൊടുക്കുമ്പോൾ n മൈനസ് 2 ഉണ്ട്. ഇവിടെ n ഉണ്ട്, n പ്ലസ് 1 ഉണ്ട്, n പ്ലസ് 3 ഉണ്ട്, n പ്ലസ് 5 ഉണ്ട്. ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഇൻറ്റു 6, അപ്പോൾ 6 ഫാക്ടോറിയൽ കിട്ടും. 6 ഫാക്ടോറിയൽ ഇൻറ്റു a നോട്ട്. അപ്പം a4ഉം a നോട്ടിന്റെ ടേംസ് കിട്ടി, a2ഉം a നോട്ടിന്റെ ടേംസ് കിട്ടി, a6ഉം a നോട്ടിന്റെ ടേംസ് കിട്ടി. ഇതെല്ലാം a നോട്ടിന്റെ ടേംസിലാണെന്ന് മനസ്സിലാക്കുക. ദാറ്റ്സ് ദ ഫസ്റ്റ് തിങ് you have to observe. So even terms, even coefficients, okay, a2, a4, a6, etc. are in terms of a naught. odd times എടുക്കുമ്പോഴോ, odd times എടുക്കുമ്പോൾ a3 നമുക്കിപ്പോൾ a1ന്റെ ടേംസ് കിട്ടി. ഇനി s is equal to 3 എടുത്തെന്ന് വെച്ചോളൂ. s is equal to 3 എടുക്കുമ്പോൾ a5 is equal to minus of n minus 3 times n plus 4 divided by 3 plus 4 into 5 എന്ന് കിട്ടും. ഓക്കെ, ഇൻറ്റു a3. a3യുടെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം. ദാറ്റ് ഈസ് n minus 1 n plus 2 divided by 2 into 3. So this is minus n minus 3
minus n minus 1 വരും. ഇവിടത്തേത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ n plus 2 n plus 4 n plus 2 n plus 4. അവിടെ 2 into 3 ഉണ്ടായിരുന്നു, ഇവിടെ 4 into 5 ഉണ്ട്. സോ 1 into 2 into 3 into 4 into 5. സോ വിച്ച് ഈസ് 5 ഫാക്ടോറിയൽ എന്ന് വെച്ചും ഇൻറ്റു a1. ഇവിടുത്തെ മൈനസും മൈനസും പ്ലസ് ആകും. ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണ്. സോ വിച്ച് ക്യാൻ ബി റിട്ടൺ ആസ് a5 is equal to n minus 3 into n minus 1 times n plus 2 into n plus 4 divided by 5 factorial into a1. So a5 a1 in the terms കിട്ടി. So odd coefficients ഏതൊക്കെ? a3 a5 a7 etc. are in terms of എന്ത് a1. അപ്പോൾ a1 ഉണ്ടെങ്കിൽ a3 കണ്ടുപിടിക്കുക, a5 കണ്ടുപിടിക്കുക, a7 കണ്ടുപിടിക്കുക എക്സെട്ര. a0 തന്നിട്ടുണ്ടെങ്കിൽ a2 കണ്ടുപിടിക്കുക, a4 കണ്ടുപിടിക്കുക, a6 കണ്ടുപിടിക്കുക എക്സെട്ര. ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എല്ലാ കോഎഫിഷ്യൻസും ആണ് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ അവർ സൊല്യൂഷൻ y of x is equal to a0 plus a1xa plus a2x square plus a3x cube plus a4x raised to 4 plus a5x raised to 5 plus a6x raised to 6 plus etc. ഇതിൻ്റെ അകത്ത് a0ഉം a2ഉം a4ഉം a6ഉം എല്ലാം a0ന്റെ ടേംസിലാണ്. സോ അതിനെല്ലാം കൂടി ഒരുമിച്ച് എഴുതാം. സോ a0 പ്ലസ് a2x സ്ക്വയർ പ്ലസ് a4x raised to 4 പ്ലസ് a6x raised to 6 പ്ലസ് എക്സെട്ര. കാരണം ഇതെല്ലാം a0ന്റെ ടേംസിലാണ് വരുന്നത്. അടുത്തത് ഓഡ് ടേംസ് എല്ലാം a1xa പ്ലസ് a3x ക്യൂബ് പ്ലസ് a5x raised to 5 പ്ലസ് എക്സെട്ര. ഇനി നമ്മൾ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. a0ന്റെ വാല്യൂ a0 തന്നെ, a0 പ്ലസ് a2ന്റെ വാല്യൂ നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. a2ന്റെ വാല്യൂ ഈസ് മൈനസ് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡ് ബൈ 2 a0. ഓക്കെ, സോ ഇവിടെ നമ്മൾ കൊടുക്കുമ്പോൾ ഇവിടെ പ്ലസ് അല്ല മൈനസ് വരും. മൈനസ് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2നെ 2 ഫാക്ടോറിയൽ a0 എക്സ് സ്ക്വയർ എന്ന് എഴുതാം. അടുത്തത് a4ന്റെ വാല്യൂ കൊടുക്കുക. a4ന്റെ വാല്യൂ n പ്ലസ് 2 ഇൻറ്റു n പ്ലസ് 1 n പ്ലസ് 3 ഡിവൈഡ് ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു a0. സോ പ്ലസ് n plus 2 n minus 2 into n plus 1 n plus 3 n plus 1 into n plus 3 divided by 4 factorial into a0 x raised to 4 plus etc. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ ചേർത്ത് ഞാൻ ഈവൻ ടേംസ് മാത്രം എടുക്കും. ഞാൻ ഇതിനെ ഐ കോൾ ഇറ്റ് ആസ് ലെറ്റ്സ് സേ y1. ഇതിനെ ഞാൻ y1 എന്ന് കൊടുക്കുകയാണ്. y1x. This is y2x എന്ന് കൊടുക്കുന്നു. ഓക്കെ, സോ ദിസ് ഈസ് ഇവിടുത്തെ ഞാൻ y1 ആണ്. y1 of x is equal to a0 കോമൺ എടുത്താൽ a0 ഇൻറ്റു 1 മൈനസ് n ഇൻറ്റു n പ്ലസ് 1 ഡിവൈഡഡ് ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് n മൈനസ് 2 ഇൻറ്റു n ഇൻറ്റു n പ്ലസ് 1 ഇൻറ്റു n പ്ലസ് 3 ഡിവൈഡഡ് ബൈ 4 ഫാക്ടോറിയൽ into x raised to 4 plus etc. ഇതാണ് ആദ്യത്തെ ടേംസ്. ഓക്കെ, നൗ ദ സെക്കൻഡ് ടേം ഈസ് അടുത്ത ടേം y2 of x. y2 of x is actually a1xa plus a3x cube plus a5x raised to 5 plus etc. സോ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ഈസ് a1x പ്ലസ് a3 എന്താണ്? a3 നമ്മൾ കണ്ടുപിടിച്ചു ഈസ് ആക്ച്വലി മൈനസ് n മൈനസ് 1 n പ്ലസ് 2 ഡിവൈഡ് ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു a1. സോ നമ്മൾ a3യുടെ വാല്യൂ എഴുതി. നെക്സ്റ്റ് ഈസ് a5ൻ്റെ വാല്യൂ എഴുതി. ഓക്കെ, ദിസ് ഈസ് ദ സീരീസ്. ഞാൻ എല്ലാത്തിനകത്തും a1 കോമൺ ആണ്. സോ a1 ഇൻറ്റു എക്സ് മൈനസ് n മൈനസ് 1 ഇൻറ്റു n പ്ലസ് 2 ഡിവൈഡഡ് ബൈ 3 ഫാക്ടോറിയൽ x cube plus n minus 3 into n minus 1 into n plus 2 into n plus 4 divided by 5 factorial
into x raised to 5 minus etc. This is the solution. അപ്പോൾ നമ്മുടെ കോമൺ സൊല്യൂഷൻ y of x is equal to സം നമുക്ക് ഇതിൻ്റെ രണ്ടിൻ്റെ സമ്മായിട്ട് എഴുതിയത് y1x പ്ലസ് y2x എന്ന് എഴുതിയത് അങ്ങനെ നമുക്ക് a നോട്ട് ഇൻറ്റു ഇതിനെ മാത്രം ഒരു സീരീസ് ആക്കി എഴുതാം. ഓക്കെ, സോ a നോട്ട് ഇൻറ്റു ലെറ്റ്സ് സേ y നോട്ട് എക്സ് പ്ലസ് a1 ഇൻറ്റു ലെറ്റ്സ് സേ y1 ഓഫ് എക്സ് വേർ y നോട്ട് ഓഫ് എക്സ് ഈ സീരീസ് ആണ് y നോട്ട് ഓഫ് എക്സ് ഈസ് സോ നമ്മൾ രണ്ടും സെപ്പറേറ്റ് ആയിട്ട്. സോ ദിസ് ഈസ് ദ സൊല്യൂഷൻ ഓഫ് ദ ലെജൻഡർ പോളിനോമിയൽ. ലെജൻഡർ പോളിനോമിയലിന്റെ സൊല്യൂഷൻ ആണ്, ലെജൻഡർ ഇക്വേഷന്റെ സൊല്യൂഷൻ ആണ് y ഓഫ് എക്സ് വേർ y of x is of the form a naught y naught x plus a1 y1 x where y naught is equal to this series and y1 is equal to this series. അപ്പോൾ നമ്മൾ ലെജൻഡർ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. സോ ദിസ് ഈസ് ആക്ച്വലി എ ലെജൻഡർ ഫംഗ്ഷൻ. സോ നമ്മളൊരു ലെജൻഡർ ഇക്വേഷൻസിന്റെ സൊല്യൂഷൻ എന്ന് പറഞ്ഞ് പരീക്ഷയ്ക്ക് ചോദിക്കുകയാണെങ്കിൽ യു ഹാവ് ടു പ്രൊസീഡ് ലൈക്ക് ദിസ്, ഫൈൻഡ് ദ സൊല്യൂഷൻ ഓഫ് ദ ലെജൻഡർ ഇക്വേഷൻ. പലതവണയായിട്ട് ചോദിക്കുന്നതാണ്. സോ അണ്ടർസ്റ്റാൻഡ് ദിസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഇനി ഇവിടെ നമുക്ക് ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ നമുക്ക് എസ് പ്ലസ് ടുവിൻ്റെ വാല്യൂ എസിൻ്റെ ടേംസിലാണ് കിട്ടിയത്. അതായത് ഒരു ആൻസർ മറ്റേ, അതായത് എസിൻ്റെ വാല്യൂ കിട്ടുകയാണെങ്കിൽ എസ് പ്ലസ് ടുവിൻ്റെ വാല്യൂ കിട്ടും. ഇത്തരം ഇക്വേഷൻസ്, അതായത് ഒരു ടേം അറിയാമെങ്കിൽ അടുത്ത ടേം കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള ഇക്വേഷൻസിനെയാണ് റെക്കറൻസ് റിലേഷൻസ് എന്ന് വിളിക്കുന്നത്. അതായത് എ നോട്ട് അറിയാമെങ്കിൽ a1 കണ്ടുപിടിക്കാം, a1 അറിയാമെങ്കിൽ a2 കണ്ടുപിടിക്കുക, a2 അറിയാമെങ്കിൽ a3 കണ്ടുപിടിക്കുക. അങ്ങനെയുള്ള റിലേഷൻസിനെയാണ് റെക്കറൻസ് റിലേഷൻസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൾസോ ദേഴ്സ് വൺ മോർ ഫാക്ട്. നമ്മൾ ഈ സീരീസിന്റെ എക്സിസ്റ്റൻസ് പറയുന്നത് മോഡ് എക്സ് ലെസ് ദാൻ 1ന്റെ അകത്താണ്. മോഡ് എക്സിന്റെ വാല്യൂ 1ന്റെ -1ന്റെ ഇടയ്ക്ക് മാത്രം ആകുമ്പോഴാണ് ഇതിന് സൊല്യൂഷൻ ഉണ്ടെന്ന് സാധാരണയായിട്ട് പറയുന്നത്. Those are all technicalities. Understand this. So, Legendre equations in the solution we have found out. Thank you.